ാണ് കുശുമ്പുകളാ, കുറുമ്പുകളാ, ഇതൊന്നും ഇല്ലാത്തൊരു ലോകം സ്വർഗത്തുനിന്നേ കാണാൻ പറ്റൂ. സയ്യിദുനാ റസൂലുള്ളാഹി ഇത് സംബന്ധമായൊക്കെ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ നീണ്ടുകിടക്കുന്നു. ഞാൻ മനഃപൂർവ്വം അതൊക്കെ മറക്കുകയാണ്. കാരണം അടുത്ത ഭാഗം അവതരിപ്പിക്കണമെങ്കിൽ, സമയം കിട്ടണമെങ്കിൽ അത് വേണം. വസുഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ, വലതുപക്ഷക്കാർ അഥവാ വലതുകൈയിൽ കിതാബ് കിട്ടുന്നവർ, കഷ്ടിച്ച് രക്ഷപ്പെടുന്നവർ അവരാരാണെന്നറിയുമോ? മാ സുഹാബുൽ യമീൻ, ഈ കഷ്ടിച്ച് രക്ഷപ്പെടുന്ന മധ്യമ സമൂഹം ആരാണ്? തട്ടിമുട്ടി സലാമത്താകുന്നവരാരാന്നറിയോ? അവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിം മംദൂദ് വദില്ലിം മംദൂദ് വമാഇൻ മസ്കൂബ് വഫാകിഹത്തിൻ കസീറത്തിൻ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുറുശിൻ മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന അബ്കാറാ ഉറുബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. അസ്ഹാബുൽ യമീനിന് കിട്ടുന്ന സൗകര്യങ്ങൾ ഇതൊക്കെയാണ്. എന്തൊക്കെ? ഫീ സിദ്രിൻ മഖ്ദൂദ്, മുള്ളില്ലാത്ത ഇലന്ത മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന സ്വർഗമാണ്. വതൽഹിം മംദൂദ്, അട്ടിയട്ടിയായി കുലകൾ തങ്ങി നിൽക്കും, കുലകൾ അട്ടിയട്ടിയായി നിൽക്കുന്ന വാഴത്തോട്ടങ്ങളിലാണ് അവരുള്ളത്. വദില്ലിൻ മംദൂദ്, നീണ്ടു പരന്നു കിടക്കുന്ന തണലാസ്വദിച്ച് കഴിയുകയാണവർ. വമാഇൻ മസ്കൂബ്, കുത്തിച്ചൊരിയുന്ന വെള്ളച്ചാട്ടമാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വഫാകിഹത്തിൻ കസീറ, ധാരാളം പഴവർഗ്ഗങ്ങളുണ്ട്. ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ, മുറിച്ചൊപ്പിക്കുന്ന പഴങ്ങളല്ല, എന്തോ കാരണങ്ങളാൽ കസ്റ്റമർക്ക് ഉപഭോക്താവിന് തടയപ്പെടുന്ന പഴങ്ങളല്ല. വഫുറുശിൻ മർഫൂഅ, ഉന്നതമായ വിരിപ്പുകളുണ്ടവിടെ. ആ വിരിപ്പുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് അവരുടെ ഭാര്യമാരെയാണ്. വഫുറുശിൻ മർഫൂഅ, അത്യുന്നതമായ ഭാര്യമാരുണ്ടവിടെ. ആ ഭാര്യമാരെ ഇന്നാൻശഅനാഹുന്ന ഇൻശാ, അവരെ രണ്ടാമത് റീകണ്ടീഷൻ ചെയ്തത് നമ്മളാണ്. അതുകൊണ്ട് തന്നെ പഴയ പോരായ്മകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ അവരെ നമ്മൾ പുതുതായി സൃഷ്ടിച്ചു. ഫജഅൽനാഹുന്ന അബ്കാറാ, 10 പെറ്റ പാത്തുമ്മത്താത്തയും അവിടെ വരുമ്പോൾ കന്യകയാണ്. ഫജഅൽനാഹുന്ന, അവരെ നമ്മളാക്കുന്നു. നമ്മൾ രണ്ടാമത് സൃഷ്ടിക്കുന്നത് കൊണ്ട് പ്രസവിച്ച് പ്രായം ചെന്ന് മുത്തുനബി പറഞ്ഞു, പുരികമടക്കം നിരച്ചുപോയ പെണ്ണ്, ആ പെണ്ണും നാളെ പരലോകത്ത് പുനരുത്ഥാന നാളിൽ നല്ല സുന്ദരിയായ ചെറുപ്പക്കാരിയായ ബിക്റായ പെണ്ണാണ്. അബ്കാറ, അവര് ആരാണ്? അവർ എല്ലാ അർത്ഥത്തിലും കന്യകകളാണ്. കന്യാചർമ്മം നീങ്ങിയിട്ടില്ല. ഉറുബൻ, ഭർത്താവിനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന പെണ്ണുങ്ങൾ. അത്റാബൻ, എല്ലാവരും സമപ്രായക്കാരാണ്. ഉറുബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ, ഇതൊക്കെയാണ് അസ്ഹാബുൽ യമീനിന് കിട്ടാനുള്ളത്. ഈ പറഞ്ഞത് അർത്ഥം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം, നമുക്ക് വിശദീകരിക്കാം. അത് വിശദീകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പ്രഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്യും. ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. അതില് ഭാര്യമാരുടെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ വിശദീകരിച്ചതുകൊണ്ട് അതിനെ വിശദീകരിക്കേണ്ടതില്ല. അത് ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ. അതിന്റെ മുമ്പുള്ളതൊക്കെ അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. 9:45 പ്രഭാഷണം അവസാനിപ്പിക്കണം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് അന്തതത്തുലു എല്ലാവരും ചൊല്ലുക. അന്തതത്തുലു നല്ല ആവേശത്തിൽ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാരാരെങ്കിലും അന്തതത്തുലു ചൊല്ലിത്തരും. നിങ്ങൾ എല്ലാവരും അത് ഏറ്റു ചൊല്ലണം. അന്തതത്തുലു ബൈനനാ الصلاة على النبي والسلام على الرسول الشفيع المبتهي
والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة نبي والسلام على الرسول شفيع أبطحه والحبيب العامي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع أبطحه والحبيب العربي ارتقبت على الخطا غير حسن وعباد لك أشكو فيه يا سيدي خير النبي الصلاة نبي والسلام على الرسول الشفيع أبطحه والحبيب العربي إننا نرجو إلى كأس حولك للعتاش يوم نشر كتابيا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع أبطحه والحبيب العربي الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع أبطحه والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع أبطحه والحبيب العربي. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. സൂറത്തുൽ വാഖിയയുടെ മഹത്വം കൊണ്ട് ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്ഹാബുൽ യമീനിന് കിട്ടുന്ന സ്വർഗ്ഗ സുഖങ്ങൾ അല്ലാഹ് പറയാണ്, ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മംദൂദ് വദല്ലിൻ മംദൂദ്. എന്തൊക്കെയാണ് സ്വർഗ്ഗത്തിലുള്ളത്? മുള്ളില്ലാത്ത ഇലന്തമരം. സിദ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇലന്തമരം എന്ന് പറഞ്ഞാൽ ചെറിയ ഇലകളായിട്ടുള്ള നല്ല തണല് വിരിച്ചു കൊടുക്കുന്ന നമ്മുടെ ചീനി പോലെയൊക്കെ ഉള്ള മരങ്ങൾ. പുളി, ചീനി ഇതുപോലെയൊക്കെ ഉള്ള ഒരു തരം മരം. ഇതാണ് ഇലന്തമരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഫീ സിദ്രിൻ മഖ്ദൂദ്. പക്ഷെ ഇലന്തമരത്തിന് നിറയെ മുള്ളുണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിൽ ഇലന്തമരങ്ങൾ ഉണ്ടാകും തണല് വിരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, ഇലന്തമരത്തെ ഞങ്ങൾക്ക് പേടിയാ. നല്ല തണല് തരുന്ന ആ വൃക്ഷത്തിന്റെ ചുവട്ടിലൊന്ന് പോയിട്ട് അതുമേലൊന്ന് ചാരിക്കിടന്ന് ഉറങ്ങണമെന്ന് കരുതിയാൽ നടക്കൂല, കാരണം നിറയെ മുള്ളായിരിക്കും. അപ്പൊ മുത്തുനബി പറഞ്ഞു, സ്വർഗത്തിലെ ഇലന്തമരത്തിന് മുള്ളില്ല. ഫീ സിദ്രിൻ മഖ്ദൂദ്, മുള്ളില്ലാത്ത ഇലന്തമരം വിരിച്ചു തരുന്ന തണലാണ് അവിടെ കിട്ടുന്നത്. ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിൻ മംദൂദ്,
കുലകൾ അട്ടിയട്ടിയായി തൂങ്ങിക്കിടക്കുന്ന വാഴത്തോട്ടങ്ങൾ. ഒരു വാഴയില് ധാരാളം കുലകൾ. ദുനിയാവിൽ ഒരു വാഴയിൽ 2 കുല ഉണ്ടായാൽ അത് പത്രത്തിൽ വരും അല്ലേ? ആഖിറത്തിൽ അങ്ങനെയല്ല. സ്വർഗത്തിലെ എല്ലാ വാഴയിലും ധാരാളം കുലകളാണ്. എത്ര കുല അതിന് നിൽക്കാൻ പറ്റുമോ അത്രയും കുലകൾ. അട്ടിയട്ടിക്ക് തൂങ്ങിക്കിടക്കുന്ന കുലകളുള്ള വാഴത്തോട്ടങ്ങൾ. സയ്യിദുനാ റസൂലുള്ളാഹി. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ഒരു ചർച്ച നടത്തുന്നത് കാണാം. കുറച്ച് അലന്തമരും കുറച്ച് വാഴത്തോട്ടം. കഴിഞ്ഞോ സ്വർഗം? ഇല്ല. ഇതെന്താണ്? ഒരു വർണ്ണനയാണ്, ഒരു ചിത്രീകരണമാണ്. എന്ന് പറഞ്ഞാൽ ഇലന്തമരത്തിന്റെ ഇല വളരെ ചെറുതാണ്, വാഴയുടെ ഇല വളരെ വലുതുമാണ്. ഒരു ഇല വലിയ വലിപ്പമുണ്ടാവും അല്ലെ വാഴന്റേത്? അപ്പൊ ആ പറഞ്ഞതിന്റെ അർത്ഥം മഹാനവറുകൾ പറയാണ്, ചെറുതും വലുതുമായ ഇലകളെ കൊണ്ട് ഇടതൂർന്ന് നിൽക്കുന്ന സസ്യലതാദികളുടെ ഒരു ലോകമാണ് സ്വർഗം. അതിനെന്ത് ചെയ്തതാണ്? 2 അറ്റങ്ങൾ പറഞ്ഞതാണ്. ചെറുതിനും വലുതിനും ഒരു ഉദാഹരണം. ഏതുപോലെ? നഹ്ലും റുമ്മാനും പറഞ്ഞു. ഈത്തപ്പഴവും ഉറുമാൻ പഴവും ഉദാഹരണം പറഞ്ഞു. ഒന്ന് വലിയ പഴം, ഒന്ന് ചെറിയ പഴം. അപ്പൊ ചെറുതും വലുതുമായ എല്ലാ പഴങ്ങളും ഉണ്ട്. പിന്നെ തോല് പൊളിച്ച് തിന്നുന്നതും തോല് പൊളിക്കാതെ തിന്നുന്നതും ഉണ്ട്. അത് കേവലം ആ ഒരു വകുപ്പിനെ പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദം മാത്രമാണ് ഈത്തപ്പഴം എന്ന് പറഞ്ഞത്. അതിലൊരുപാട് ഇനങ്ങളുണ്ട്. തോല് പൊളിക്കാതെ തിന്നുന്ന എല്ലാ പഴങ്ങളും അതിൽപ്പെട്ടു, മുന്തിരി അതിൽപ്പെട്ടു, മറ്റു പല പഴങ്ങളും അതിൽപ്പെട്ടു. ഇതാണ് അതിന്റെ സ്ഥിതി. എന്നാ തോല് പൊളിച്ച് തിന്നുന്ന ഒരുപാടെണ്ണം തോല് കളഞ്ഞു തിന്നുന്നത് ഉറുമാമ്പഴം പോലെ അത് മുഴുവനും അതിൽപ്പെട്ടു. എന്നതുപോലെ ചെറുതും വലുതുമായ ഇലകളുള്ള എല്ലാ സസ്യങ്ങളുടെയും ഒരു ലോകമാണ് സ്വർഗം. ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിം മംദൂദ്. രസകരമായ പല സംഗതികളും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ റസൂലുള്ളാഹി സ്വഹാബത്തിനോട് ചോദിക്കുന്നു. ഹബീബ് മറുപടികൾ പറയുന്നു. കുറെ പറയാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3:45 പ്രഭാഷണം അവസാനിപ്പിക്കും. അതിനുവേണ്ടിയാണ് നിർത്തുന്നത്. വദില്ലിൻ മംദൂദ്. നീണ്ട നിഴലുണ്ടവിടെ. ഇങ്ങനെ മരങ്ങളുണ്ടാകുമ്പോ നിഴലുണ്ടാവും. മരങ്ങളുടെ നിഴൽ മാത്രമല്ല, നിഴൽ അവിടെ ഒരു സെപ്പറേറ്റ് പടപ്പാണ്. ഏതുപോലെ? പകലിന്റെ അഭാവമല്ല രാത്രി, രാത്രിയുടെ അഭാവമല്ല പകല്. പകലും രാത്രിയും വെവ്വേറെ 2 പടപ്പുകളാണെന്നാണ് ഇന്നത്തെ ശാസ്ത്രത്തിന്റെ കണ്ടെത്തൽ. ഖുർആൻ അതെന്നോ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് പരാമർശിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പല ഭാഗങ്ങളിലും ചർച്ചയ്ക്ക് വരുമ്പോ നമുക്ക് പറയാം. ഇവിടെ അതൊന്നും എടുത്ത് ചർച്ച ചെയ്യുന്നില്ല. പകലും രാത്രിയും 2 എന്നതുപോലെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെയും പറയുന്നത്. മരത്തിന്റെ തണല് മാത്രല്ല, തണല് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം സെപ്പറേറ്റ് ഒരു മഖ്ലൂക്ക് തന്നെയുണ്ട്. എല്ലാ സ്ഥലത്തും തണലാണ്. എവിടെയും വെയിലില്ല. സ്വർഗത്തിന് വെയിലില്ല, വെളിച്ചമുണ്ട്, വെയിലില്ല. ഇതാണ് അതിന്റെ പ്രത്യേകത സ്വർഗത്തിന്റെ. വദില്ലിൻ മംദൂദ്. പിന്നെ നമ്മെ ഏറ്റവും കൂടുതൽ ഉത്തേജിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളൊക്കെ പലപ്പോഴും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകും. എന്ത് കാണാനാ പോകുക? ഇതുപോലെ പ്രകൃതി സൗന്ദര്യം കാണാൻ പോകും. ഈ പറഞ്ഞ ഫീ സിദ്രിൻ മഖ്ദൂദ് വതൽഹിം മംദൂദ് വദില്ലിൻ മംദൂദ് ഇതൊക്കെ കാണാൻ പോകും. ആ കൂട്ടത്തിൽ നമ്മൾ കാണുന്ന ഒന്നാണ് വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം കാണാനായിട്ട് നമ്മൾ പോകും. സ്വർഗത്തിൽ വെള്ളച്ചാട്ടം ഉണ്ടോ? വമാഇം മസ്കൂബ്. കുത്തിച്ചൊരിയുന്ന വെള്ളം, മുകളിൽ നിന്ന് താഴോട്ട് വന്ന് പതിക്കുന്ന വെള്ളം, വെള്ളച്ചാട്ടം. അത് സ്വർഗത്തിലെ വലിയൊരു സൗന്ദര്യമാണ്. കാണാൻ വകുപ്പുണ്ടാകും. വമാഇം മസ്കൂബ് വഫാകിഹത്തിൻ കസീറ. ധാരാളം പഴങ്ങളുണ്ടാകും. അതെങ്ങനെ? നമ്മളിവിടെ എത്ര പഴം കൊണ്ടുവന്ന് വെച്ചാലും, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 2000 ആള് ആണും പെണ്ണുമായി പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പ്രവർത്തകർ 2000 ആപ്പിൾ കൊണ്ടുവന്നു വെച്ചു. എല്ലാവർക്കും ഒരു ആപ്പിൾ കൊടുക്കണം മന്ത്രിച്ചിട്ട് എന്ന് കരുതി. അവസാനം വരുന്ന തങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ചൊരു ആപ്പിൾ കൊടുക്കണം എന്ന് കരുതി. പക്ഷേ 2001 ആള് സദസ്സിൽ വന്നാൽ കൊടുക്കാൻ കഴിയൂല, വിഷമിക്കും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? മുറിക്കേണ്ടി വരും. അയാൾക്കും കൂടെ കൊടുക്കണമെങ്കിൽ. സ്വർഗത്തിന് സാധനം ഇല്ല എന്ന് പറഞ്ഞിട്ട് മുറിക്കേണ്ട ആവശ്യം വരൂല.
ലാ മഖ്തൂഅത്തിൻ മുറിച്ചൊപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ അവിടെ ഇല്ല. വഫാകിഹത്തിൻ കസീറ ധാരാളം പഴങ്ങൾ എത്ര പേരുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാനുണ്ട്. വലാ മംനൂഅ ഒരു കാരണവശാലും കസ്റ്റമേഴ്സിന് തടയപ്പെടുന്ന പഴങ്ങളെല്ലാം ഉപഭോക്താക്കൾക്ക് ഒരിക്കലും ആ പഴങ്ങൾ തടയപ്പെടില്ല. ദുനിയാവിൽ കുറെ കാരണങ്ങളെ കൊണ്ട് തടയപ്പെടും. ഒന്ന് സീസണിൽ ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട്. സീസണിൽ ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് എല്ലാ സീസണിലും പോയി മാമ്പഴം ചോദിച്ചാൽ കിട്ടൂല. ചില സീസണിൽ മാമ്പഴം കിട്ടൂല. അപ്പൊ അതിപ്പോ ഇറങ്ങുന്നില്ല എന്ന് പറയും കടക്കാരൻ. എന്നെ അപ്പല്ല കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പൊ അങ്ങോട്ട് പോരേണ്ടി വരും. സ്വർഗത്തിൽ അങ്ങനെ സീസണില്ല. എല്ലാ പഴങ്ങളും എക്കാലവും കിട്ടും. സീസണല്ല എന്ന് പറഞ്ഞിട്ട് ഉപഭോക്താവിന് തടയപ്പെടൂല. വില തൊട്ടാപൊള്ളുന്ന വിലയാണെന്ന് പറഞ്ഞിട്ട് തടയപ്പെടൂല. സാധനം ലഭ്യമല്ല എന്ന് പറഞ്ഞ് തടയപ്പെടൂല. മുതലാളി പൂട്ടിവെച്ചു എന്ന് പറഞ്ഞ് തടയപ്പെടൂല. ഇതൊക്കെ ദുനിയാവിലെ മാർക്കറ്റിനെ ബാധിക്കുന്ന കേസാണ്. അതൊന്നും നാളെ പരലോകത്തുണ്ടാകൂല. വഫാകിഹത്തിൻ കസീറ ലാ മഖ്തൂഅത്തിൻ വലാ മംനൂഅ വഫുറുശിൻ മർഫൂഅ വഫുറുശിൻ മർഫൂഅ അത്യുന്നതമായ വിരിപ്പുകൾക്ക് സമാനമായ ബീവിമാരുണ്ട്, അവിടെ ഭാര്യമാരുണ്ട്. വഫുറുശിൻ മർഫൂഅ ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ കുറ്റമറ്റ രീതിയിൽ ആ പെണ്ണുങ്ങളെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത് നമ്മളാണ്. കുറ്റമറ്റ രീതിയിൽ ആ പെണ്ണുങ്ങളെ പടച്ചെടുത്തിരിക്കുന്നത് നമ്മളാണ്. സുബ്ഹാനല്ലാഹ്. ദുനിയാവിലെ പെണ്ണുങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഹൂറുലിങ്ങളെ തോൽപ്പിക്കുന്ന സൗന്ദര്യമാണ് അള്ളാഹു അവർക്ക് കൊടുത്തത്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് ഉമ്മു സലമ ചോദിച്ച ചോദ്യങ്ങൾ പറഞ്ഞില്ലേ? ഉമ്മു സലമ അവിടെ ചോദിച്ചിരുന്നു, എന്തുകൊണ്ടാ നബിയെ ഈ ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് ഇത്രയും മഹത്വം കിട്ടാൻ കാരണം? മുത്തുനബി പറയാണ്, ഹൂറുലിങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നോമ്പ് നോറ്റിട്ടില്ല. നിങ്ങൾ നിസ്കരിച്ചു, നോമ്പ് നോറ്റ് ബിസലാത്തിഹിന്ന വസിയാമിഹിന്ന വഇബാദത്തിഹിന്ന അൽബസല്ലാഹു വജൂഹഹുന്നന്നൂർ. അവരുടെ നിസ്കാരവും നോമ്പും ഖുർആൻ പാരായണവും ഒക്കെ കാരണം ഈ ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് പുനരുത്ഥാന സമയത്ത് അതിനൊക്കെ ഉള്ള സൗന്ദര്യം അവരുടെ മുഖത്ത് അല്ലാഹു തആല കൂട്ടിക്കൊടുത്തതാണ്. എന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളോട് പറയാണ്, അവിടെ വെച്ചിട്ട് ഹൂറുലിങ്ങളും ദുനിയാവിലെ പെണ്ണുങ്ങളും ഒക്കെ അങ്ങനെ മത്സരിച്ച് പാട്ടുപാടും. സുബ്ഹാനല്ലാഹ്. നഹ്നുൽ ഖാലിദാതു ഫലാ നമൂതു ഞങ്ങൾ എന്നെന്നും ജീവിക്കാൻ പോകുന്നവരാണ്, ഒരിക്കലും ഇനി ഞങ്ങൾക്ക് മരണമില്ല. വനഹ്നുൻ നാഇമാതു ഫലാ നബ്ആസു ഞങ്ങൾക്കെന്നും ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ടെൻഷനില്ല. സുബ്ഹാന മൻ ജല്ല ജലാലു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതാ ഹൂറുലിങ്ങൾ ഇങ്ങനെ പാട്ടുപാടുകയാണ്. ഞങ്ങൾ ജീവിതത്തിൽ ടെൻഷൻ എന്താന്ന് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ മരണം എന്താന്ന് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ നേരത്തെ ഉള്ളവരാണ്, ഇപ്പോഴും ഉണ്ട്, നിങ്ങളൊക്കെ ജീവിച്ചു മരിച്ചവരാണ്, വീണ്ടും ജീവിച്ചതാണെന്ന മട്ടിൽ പാടുകയാണ്. വനഹ്നുൽ മുഖീമാതു ഫലാ നദ്അനു. അതേ, ഞങ്ങൾ എന്നും ഈ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുന്നവരാ, ഞങ്ങൾ ഒരിക്കലും പുറത്തു പോകുകയില്ല. സ്വർഗത്തുനിന്ന് പുറത്തു പോകേണ്ടി വരില്ല, ഒരു ദിവസം പോലും ഞങ്ങളെ പുറത്താക്കിയിട്ടില്ല. അന്ന് ആദമിനെയും ഹവ്വായിനെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങൾ ദുനിയാവിലെ പെണ്ണുങ്ങളോട് പാട്ടുപാടി തർക്കിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, വീണ്ടും പറയും അവർ, വനഹ്നുർ റാദിയാതു ഫലാ നസ്ഖതു. ഞങ്ങൾ ഏത് ചെറിയ സൗകര്യവും ഭർത്താവിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹവും സംതൃപ്തിയോടെ സ്വീകരിക്കാൻ മനസ്സുള്ളവരാണ്. ഞങ്ങൾക്ക് നല്ല മനസ്സംതൃപ്തിയാണ്. നിങ്ങൾക്കില്ലാത്തൊരു ഗുണാണിത്. നിങ്ങൾക്ക് ഭർത്താക്കന്മാർ എത്ര തന്നാലും പോരാന്ന് പറയാനേ അറിയൂ. അതുകൊണ്ട് തൂബാ ലിമൻ കുന്നാലഹു വകാന ലനാ. ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭർത്താക്കന്മാരെത്ര നല്ലവരാണ്, ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭർത്താക്കന്മാരെത്ര നല്ലവരാണ്. അതെ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഭർത്താക്കന്മാർ എത്ര നല്ലവരാണ്, ഞങ്ങളെ കിട്ടുന്ന ഭർത്താക്കന്മാർ എത്ര സന്തോഷത്തിലാണ് എന്ന് ഇവർ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ സമയത്ത് ഹൂറുലിങ്ങൾ അവരോട് തിരിച്ചു പറയും, ദുനിയാവിലെ പെണ്ണുങ്ങൾ അവരോട് തിരിച്ചു പറയും, സംഗതിയൊക്കെ ശരിയാ, നിങ്ങൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്, എന്നാൽ നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു റക്അത്തെങ്കിലും പടച്ചോന് വേണ്ടി നിസ്കരിച്ചിട്ടുണ്ടോ?
നോമ്പ് വെച്ചിട്ടുണ്ടോ? ഖുർആൻ ഓതിയിട്ടുണ്ടോ? അല്ലെ? ഷോക്കേസിൽ വെച്ച അലങ്കാര വസ്തുക്കളെ പോലെ ഈ സ്വർഗത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുക അല്ലേ? ഞങ്ങൾ അങ്ങനെയല്ല. നിസ്കരിച്ചവരാ, നോമ്പ് നോറ്റവരാ, ഖുർആൻ ഓതിയവരാ, എന്നിട്ട് കിട്ടിയതാണ് ഞങ്ങളെ മുഖത്തിന് ഈ തിളക്കം, ഞങ്ങൾക്ക് ഈ സൗന്ദര്യം. ഇതിനി ഒരിക്കലും നശിക്കുകയില്ല. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഇനി ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ നിന്നാണ്, കഴിഞ്ഞു. ഇനി നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞങ്ങൾക്കുണ്ട്. തോൽപ്പിക്കാൻ പറ്റുമോ? അവിടെ ഹൂറുൽ നിങ്ങൾ തോറ്റുപോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് പറയുന്നു ഉറൂബൻ, അവർ ഭർത്താക്കന്മാരെ സ്നേഹിച്ച് വീർപ്പുമുട്ടിക്കുന്നവരായിരിക്കും. ഭർത്താവിനെ മനസ്സ് പറിച്ചു കൊടുത്ത് സ്നേഹിക്കുക, ഇതിനാണ് ഉറുബ് എന്ന് പറയുന്നത്. അത്രാബ, കാരണം ദുന്യാവിലെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തൊരു ഗുണാണ് പലപ്പോഴും, അതവിടെ കിട്ടുന്നു. അത്രാബ, സമപ്രായക്കാരാണ്, ഒരേ പ്രായക്കാർ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയേക്കാൾ സുന്ദരിയായ വേറെ ഒരാൾ, എന്റെ ഭാര്യയേക്കാൾ പ്രായം കുറഞ്ഞ ഒരു പെണ്ണ്, അങ്ങനെയൊന്നും കണ്ണങ്ങോട്ടോ അങ്ങോട്ടൊന്നും ആയി പോകുന്ന പ്രശ്നമല്ല. എല്ലാവരുടേതും ഒറ്റ വയസ്സ്. എത്രയാ? ഹദീസിൽ പറഞ്ഞു, സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, നബിയെ സമപ്രായക്കാരാണെന്ന് പറഞ്ഞു, എത്രയാണ് സ്വർഗത്തിലെ വയസ്സ്? മുത്തുനബി പറഞ്ഞു, ആണിനും പെണ്ണിനും എന്നും 33 സയ്യിദുനാ റസൂലുള്ളാഹി, ആണിനും പെണ്ണിനും എന്നും 33 വയസ്സ്. അത് കൂടൂല കുറയൂല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കൊശയുള്ള സമയമായിരിക്കും അത് 33. ഏറ്റവും നല്ല പ്രായമായിരിക്കും. ആണും പെണ്ണും 33, നിറഞ്ഞ പ്രായം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങളിവിടെ 10 പ്രസവിച്ച ഉമ്മയായിരിക്കും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ. പക്ഷെ നാളെ അവിടെ വരുമ്പോ ആ ഉമ്മ അബ്ഖാറ, ആ ഉമ്മ കന്യകകളുടെ കൂട്ടത്തിലാ ഉള്ളത്. ആ ഉമ്മ കന്യകയായിട്ടാ വരുന്നത്. എന്തൊരത്ഭുതമാണിത്! എല്ലാ സൗന്ദര്യവും തിരിച്ചു പിടിച്ച്, അല്ല ഇല്ലാത്ത സൗന്ദര്യവും കൂടെ ആവാഹിച്ചാണ് ആ ഉമ്മ അവിടെ എത്തുന്നത്. നുറുബൻ അത്റാബൻ ലിഅസ്ഹാബിൽ യമീൻ സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. ഒന്നാം ബാച്ചിൽ ഇങ്ങനെയുള്ള ഈ സുഖലോക സ്വർഗങ്ങളൊക്കെ നേടി സ്വന്തം കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ ഈ പറഞ്ഞ സുഖസൗകര്യങ്ങളൊക്കെ നേടി സ്വർഗത്തിൽ കടക്കാൻ പറ്റുന്ന ജസ്റ്റ് അഡ്മിഷൻ കിട്ടുന്നവർ, തട്ടിമുട്ടി സലാമത്താകുന്നവർ സുല്ലത്തും മിനൽ അവ്വലീൻ, ഒന്നാം ബാച്ചിൽ ധാരാളം ഉണ്ടാകും. വസുല്ലത്തും മിനൽ ആഖിരീൻ, അവസാനത്തെ ബാച്ചിലും ഇഷ്ടം പോലെയുണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ വാഖിയയിൽ പറയുന്നു. ഇതാ ഞാൻ ഇന്നലെ പറഞ്ഞത്. സൂറത്തുൽ വാഖിയ ഓതുമ്പോഴൊക്കെ എനിക്ക് വല്ലാത്ത സമാധാനമാണ് ഈ ആയത്തുകൾ ഓതുമ്പോൾ. കാരണം ഈ നിറഞ്ഞ സദസ്സിലേക്ക് നോക്കുമ്പോ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, ഖുർആനിലെ ഈ വാക്കിൽ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് ഈ ഇരിക്കുന്ന കൂട്ടത്തിലും കുറെ ആളുകൾ സ്വർഗത്തിലേക്കുണ്ട്. ആഹൃതമാന്റെ മക്കളൊന്നും സ്വർഗത്ത് പോകൂല എന്ന് പറയണ്ട. തട്ടിമുട്ടി സലാമത്താകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും പെട്ടുകിട്ടിയാ രക്ഷപ്പെട്ടില്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, ഈ സദസ്സിനെ ആ കൂട്ടത്തിൽ പെടുത്തി തരണേ അല്ലാ. ഈ സദസ്സിനെ ആ കൂട്ടത്തിൽ പെടുത്തി തരണേ അല്ലാ. പടച്ചവനെ നീ പെടുത്തി തരണേ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا ومولانا محمد. പടച്ചവനെ റഹ്മുർ-റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം അല്ലാഹ്. പടച്ചവനെ, ഈ ദുനിയാവിൽ ഞങ്ങൾ ജീവിച്ച കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ റാഹത്തോടെ നാളെ സ്വർഗത്തിൽ ഞങ്ങളെ വാപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ കൂടെ, കെട്ടിയോന് കുഞ്ഞുങ്ങള് ഇവരുടെയൊക്കെ കൂടെ ഒന്ന് സ്വർഗത്തിൽ ഒന്നിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളോട് വിട്ടുപിരിഞ്ഞു പോയ ഈ നഗറിന്റെ പേര് ആബിദിന്റെ നഗറാണിത്. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ, ആ പ്രവർത്തകനെ നാളെ സ്വർഗത്തിൽ നീ ഒന്നിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കള് എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, റഹ്മുർ-റഹീമായ റബ്ബേ, സ്വർഗത്തിൽ അവർക്ക് ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്കെല്ലാവർക്കും നീ സ്വർഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്.
പടച്ചവനെ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ പരസ്പരം വിദ്വേഷമില്ലാത്ത വെറുപ്പില്ലാത്ത വല്ലാത്ത ഒരു ലോകം പടച്ചവനെ അവിടെ ഞങ്ങളെ ഒന്നിപ്പിക്കണേ അല്ലാഹ്. ഒന്നിനും ഒരു മുട്ടുമില്ല, ഒന്നിനും ഒരു പ്രയാസവുമില്ല, വല്ലാത്ത ഒരു ലോകം പടച്ചവനെ ആ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് നൽകണേ അല്ലാഹ്, മാതാപിതാക്കൾക്ക് നൽകണേ അല്ലാഹ്, സഹകാരികൾക്ക് നൽകണേ അല്ലാഹ്, ദീനിന്റെ മുഹിബ്ബീങ്ങൾക്കൊക്കെയും നീ നൽകണേ അല്ലാഹ്. ഈ സദസ്സിനെ നീ ഹായിബാക്കല്ല അല്ലാഹ്. ഇത്രയും ആളുകൾ ഒത്തുകൂടിയ സദസ്സിനെ നീ ഹായിബാക്കല്ല അല്ലാഹ്. പടച്ചവനെ നീ ഹായിബാക്കല്ല അല്ലാഹ്, ഹായിബാക്കല്ല അല്ലാഹ്. ഞങ്ങളിവിടെ നേരത്തെ കേട്ടു, നിന്നെ കാണുക, നിന്റെ ഹബീബിനെ കാണുക, വാപ്പാനെയും ഉമ്മാനെയും കെട്ടിയോനെയും കുട്ടികളെയും കാണുക, ഇതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പടച്ചോനെ സാധിപ്പിച്ചു തരണേ അല്ലാഹ്. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ يا رب